എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നുപോയ ഒരു രാശിയാണ് ധനുരാശി എന്ന് പറയുന്നത്. മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽപാദം എന്നിവ ചേരുന്നതാണ് ധനുരാശി. ഏഴരശനിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷവും വിചാരിച്ചത്ര ഒരു മുന്നേറ്റവും ധനുരാശിക്ക് കിട്ടാത്തവരും ഈ കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ വരാനിരിക്കുന്ന 2026 മുതൽ 2030 വരെയുള്ള 5 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വ്യാഴം, ശനി, രാഹു, കേതു തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റങ്ങൾ ധനുക്കൂറുകാരുടെ തൊഴിലിനെയും സാമ്പത്തികത്തെയും കുടുംബത്തെയും ആരോഗ്യത്തെയും ഒക്കെ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഈ കാലഘട്ടത്തിലെ പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് നോക്കാം. വ്യാഴം 2026 ജൂൺ മുതൽ കർക്കിടകൻ രാശിയിലാണ് ഉച്ചസ്ഥനായി നിൽക്കുകയാണ്. അതിനുശേഷം ചിങ്ങൻ രാശി, അതുപോലെ കന്നി, തുലാം, വൃശ്ചികം എന്നീ രാശികളിൽ 2026 മുതൽ 2030 വരെ മാറി മാറി സഞ്ചരിക്കുന്നുണ്ട്. ശനി 2027 ജൂൺ വരെ നിങ്ങളുടെ 4-ാം ഭാവമായ മീനത്തിലാണ്. അർത്ഥാഷ്ടമ ശനി കാലമാണ്. അതിനുശേഷം മേട, ഇടവൻ രാശികളിലേക്ക് ശനി രാശി മാറുന്നുമുണ്ട്. രാഹു, കേതുക്കൾ 2026 ഡിസംബറിൽ രാഹു നിങ്ങളുടെ 2-ാം ഭാവമായ മകരത്തിലേക്ക് വരുന്നു. തുടർന്ന് ധനു, വൃശ്ചിക എന്നീ രാശികളിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സമ്മിശ്രാവസ്ഥ ധനുക്കൂറുകാരെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വർഷം തിരിച്ച് പരിശോധിക്കാം. ആദ്യം 2026 നോക്കാം. ഈ വർഷം ധനുക്കൂറുകാർക്ക് നല്ല രീതിയിലുള്ള ഒരു ടേണിംഗ് പോയിൻ്റാണ് ലഭിക്കുന്നത്. 2026 ജൂൺ 2-ന് 7-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം നിങ്ങളുടെ 8-ാം ഭാവത്തിലേക്കാണ് രാശി മാറിയിരിക്കുന്നത്. അത് ഉച്ചസ്ഥനായിട്ടാണ് രാശി മാറിയിരിക്കുന്നത്. 8-ാം ഭാവം പൊതുവെ ദോഷസ്ഥാനമാണ്. എങ്കിലും വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ആ ദോഷം അവിടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഭാഗ്യപുഷ്ടിയൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ലഭിക്കാൻ താമസമൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്കതൊക്കെ ലഭിക്കുന്നതാണ്. ശനി 4-ാം ഭാവത്തിലാണ്. അതിനാൽ അർത്ഥാഷ്ടമ ശനിയുടെ ദോഷമുണ്ട്. വീട് നിർമ്മാണത്തിലോ അല്ലെങ്കിൽ വാഹന ഉപയോഗത്തിലോ ഒക്കെ ചെറിയ തടസ്സങ്ങളോ ചിലവുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുന്ന ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിക്കുള്ളതിനാൽ വലിയ അപകടങ്ങളില്ലാതെ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. ഡിസംബറിൽ രാഹു 2-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതിനാൽ സംസാരത്തിലൊക്കെ അല്പം നിയന്ത്രണവും പാലിക്കേണ്ടതാണ്. 2027 വർഷം ധനുക്കൂറുകാർക്ക് വലിയ മാനസിക സന്തോഷമൊക്കെ നൽകുന്ന ഒരു വർഷമാണ്. കാരണം ഈ വർഷം ജൂൺ മാസത്തോടെ നിങ്ങളുടെ അർത്ഥാഷ്ടമ ശനിയൊക്കെ അവസാനിക്കുകയാണ്. ശനി 5-ാം ഭാവമായ മേടത്തിലേക്ക് രാശി മാറും. കൂടാതെ വ്യാഴം ഭാഗ്യസ്ഥാനമായ ചിങ്ങത്തിലേക്കും ഉച്ചരാശിയായ കർക്കിടകത്തിലുമായി മാറി മറിഞ്ഞൊക്കെ നിൽക്കുന്ന സമയമാണ്. മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ഭാരമൊക്കെ ഒഴിഞ്ഞു പോയതുപോലെ തോന്നും. തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ള പുരോഗതി, അതുപോലെ ശമ്പള വർധനവ്, പ്രൊമോഷൻ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 2027 പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ ഒക്കെ സഹായമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കേണ്ട, ശനി 5-ലേക്കൊക്കെ മാറുന്നതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർ അല്പം കൂടുതലൊക്കെ പരിശ്രമിക്കേണ്ടതായും വരാം. ഇനി 2028 നോക്കിയാൽ ഈ വർഷം ഫെബ്രുവരി മുതൽ ശനി പൂർണ്ണമായും മേട, ഇടവൻ രാശികളിലായിട്ട് നിൽക്കും. വ്യാഴമാകട്ടെ ഫെബ്രുവരിക്ക് ശേഷം ചിങ്ങത്തിലും ജൂലൈക്ക് ശേഷം നിങ്ങളുടെ 10-ാം ഭാവമായ കന്നി രാശിയിലേക്കും രാശി മാറുന്നതാണ്. 10-ാം ഭാവത്തിലെ വ്യാഴം കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ തരുന്നതാണ്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ മികച്ച സമയമാണ്. സമൂഹത്തിൽ അന്തസ്സും അംഗീകാരവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ജൂൺ മാസത്തിൽ രാഹു നിങ്ങളുടെ ജന്മരാശിയിലേക്ക് വരും. അതിനാൽ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, രാഹു ജന്മത്തിലൊക്കെ വരുമ്പോൾ ചിന്തകളിൽ അനാവശ്യമായ ആശയക്കുഴപ്പങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പരിചയസമ്പന്നരുടെ ഉപദേശമൊക്കെ തേടാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 2029 വർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2029 വർഷം ധനുക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിൽ ഒന്നായിരിക്കും. കാരണം മാർച്ച് മാസത്തോടെ വ്യാഴം നിങ്ങളുടെ 11-ാം ഭാവമായ തുലാൻ രാശിയിൽ ലാഭസ്ഥാനത്ത് പ്രവേശിക്കുന്നതാണ്. വിചാരിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നൊക്കെ പണമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കടബാധ്യതകളൊക്കെ തീർക്കാനും സാധിക്കുന്നതാണ്. സ്വന്തമായിട്ട് വീട് അല്ലെങ്കിൽ ഭൂമിയൊക്കെ വാങ്ങാൻ അനുകൂലമായ ഒരു സമയമാണ്.
സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വലിയ പിന്തുണയൊക്കെ ഈ സമയത്ത് ലഭിക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ് മാസത്തിൽ വ്യാഴം താൽക്കാലികമായ 10-ാം ഭാവത്തിലേക്ക് മാറുന്ന സമയം തൊഴിലിലെ ചെറിയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും പൊതുവെ ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് 2029. ഇനി 2030 നോക്കുമ്പോൾ വ്യാഴം തുലാം, വൃശ്ചികം എന്നീ രാശികളിലായിട്ട് സഞ്ചരിക്കും. ശനി നിങ്ങളുടെ 6-ാം ഭാവമായ ഇടവൻ രാശിയിൽ ശക്തനായിട്ട് ഈ സമയത്ത് നിലകൊള്ളുന്നതാണ്. 6-ാം ഭാവത്തിലെ ശനി ശത്രുവിൻ്റെ നാശത്തിനും രോഗമുക്തിക്കും ഒക്കെ ഉത്തമമാണ്. നിങ്ങളെ എതിർത്തിരുന്നവരൊക്കെ നിങ്ങളുടെ വഴിക്ക് വരുന്ന ഒരു സമയമാണ്. കോർട്ട് കേസുകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊക്കെ തീരുന്നതാണ്. സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് മെയ് മാസത്തിന് ശേഷം വ്യാഴം 12-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതിനാൽ ചിലവുകളൊക്കെ വർദ്ധിക്കാം. ശുഭകാര്യങ്ങൾക്കായിട്ടൊക്കെ പണം ചിലവഴിക്കേണ്ടതായും വരാം. യാത്രകളിലൊക്കെ ഒരു സൂക്ഷ്മതയൊക്കെ പാലിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ധനുക്കൂറുകാർക്ക് 2026 മുതൽ 2030 വരെയുള്ള ഈ 5 വർഷക്കാലം ഒരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പ്രകൃതി നൽകുന്ന ഒരു സമ്മാനമായിരിക്കും ഈ വർഷങ്ങളിലെ ഭാഗ്യാനുഭവങ്ങൾ. പ്രത്യേകിച്ച് 2026 ജൂണിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് കൂടുതലൊക്കെ മെച്ചപ്പെടുന്നതാണ്. എങ്കിലും ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തീവ്രതയൊക്കെ കുറയ്ക്കുന്നതിനും ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുമായി ചില ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വ്യാഴപ്രീതിക്ക് വേണ്ടി ഇപ്പോൾ അഷ്ടമ വ്യാഴം നിൽക്കുന്ന ഒരു സമയമാണ്. വ്യാഴപ്രീതിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും അനുകൂലമാണ്. അതുപോലെ ശനിയുടെ പ്രീതിക്കായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുന്നതും ശനിയുടെ പ്രീതിക്ക് വളരെയധികം ഗുണകരമാണ്. ഇനി രാഹുദോഷ ശമനത്തിന് വേണ്ടി സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയോ അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് 9 ചൊവ്വാഴ്ചകളിൽ ദേവീഭജനമൊക്കെ നടത്തുകയോ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കർമ്മവും ഈശ്വരവിശ്വാസവുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ധനുക്കൂറുകാരായ നിങ്ങൾക്ക് വരാനിരിക്കുന്ന 5 വർഷങ്ങൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. നിങ്ങളുടെ ധനുരാശിക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്തും നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.